അങ്ങനെ കേരളത്തിൽ അവസാനം താർ റോക്സ് ഓടിച്ച ഒരു യൂട്യൂബർ ആണെന്ന് വെച്ചാൽ അഭിമാനത്തോടെ പറയും അത് ഞാനാണ്. വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് താർ റോക്സ് ഓടിക്കണമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിലോട്ടൊരു വീഡിയോ ചെയ്തെത്തിക്കണം എന്നുള്ളത്. ഇതിനൊരു വേരിയന്റ് വൈസ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. MX3 ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ആദ്യമായിട്ടാണ് താർ റോക്സ് അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 2024 എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന ഒരു മോഡലാണ് എപ്പോൾ ലോഞ്ച് ചെയ്യും എന്ന് പറയുന്നത്. കാരണം അതിനൊരു വിപ്ലവം സൃഷ്ടിച്ചത് സത്യം പറഞ്ഞാൽ ത്രീ ഡോർ താറാണ്. അത് 2020 ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്ത പിന്നെ ഒരു ആഗ്രഹത്തിനാണെങ്കിലും ആരാണെങ്കിലും ഒരു താർ വാങ്ങിച്ച് വീട്ടിലിടും. പക്ഷെ അതിന് ഒരുപാട് പ്രാക്ടിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു. 5 ഡോർ അല്ലായിരുന്നു, ഫാമിലി യൂസിന് പറ്റത്തില്ല, ഫീച്ചേഴ്സ് കുറവാണ്, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഏറ്റവും പുതിയ താർ റോക്സ് വന്നത്. 4 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു 5 ഡോർ കിട്ടാനായിട്ട്. ഇതിപ്പോൾ 5 ഡോറാണ്, പ്രാക്ടിക്കലാണ്, ഒരു വാഹനം കൊണ്ട് തന്നെ എല്ലാ പർപ്പസും മീറ്റ് ചെയ്യും. ഇതെടുത്തുകൊണ്ട് ഓഫ് റോഡ് പോകാം, ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യണോ, അത് നടക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന ഒരു താർ നോക്കുന്നുണ്ടെങ്കിൽ താർ റോക്സ് നിങ്ങൾക്ക് ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ലുക്ക് വൈസ് ഡിസൈൻ വൈസ് ഒക്കെ ഇപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആ ഒരു 3 ഡോർ താർ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഡോർ വരെ ഓക്കെയാണ്. റിയർ ഡിസൈൻ അങ്ങോട്ട് ആ ഡോർ തൊട്ട് അങ്ങോട്ട് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല റിയർ ഡിസൈൻ. പക്ഷേ ലുക്കല്ല, പ്രാക്ടിക്കാലിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ താർ റോക്സ് നിങ്ങൾക്ക് ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് കാലത്ത് ആഗ്രഹം വരുന്ന താറ്, അത് വളരെ വൈകിപ്പോയി. ഞാൻ പറഞ്ഞ സത്യമാണ്, കേരളത്തിൽ അവസാനം ഓടിച്ച യൂട്യൂബർ അത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസൈൻ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു DRL കാണാം, C ടൈപ്പ് DRL കൊണ്ട് ഗ്രില്ലും ഒക്കെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ കാണാം. പഴയ താറി കണ്ട പോലെ ഒന്ന് ഇരിക്കണമെന്നൊക്കെ വെച്ചാൽ ഇരിക്കാവുന്ന ഒരു ബമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡിസൈൻ പറയാനുള്ളത്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങോട്ട് നോക്കാം. സൈഡ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഈ ഒരു ഏച്ച് വീടാണ്. കണ്ട, ഏണി വെച്ച് പിടിക്കേണ്ടി വരും, ഏണി വെച്ചിട്ട് കയറേണ്ടി വരും, അത്രയും ഹൈറ്റാണ്. ഈ ഒരു സ്കൂപ്പ് ചെയ്തെടുക്കുന്ന രീതി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ പ്ലേസിങ്, അതും ആ ഡിസൈൻ വൈസ് എനിക്ക് ഒരു കുറച്ചൊന്ന് റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത ആ കാര്യങ്ങളൊക്കെയാണ്. കാരണം ആ ഒരു വലിച്ചു തുറക്കുന്ന ഡോർ ഹാൻഡിലൊക്കെ ആയിരുന്ന ആ ഒരു റുബിക്കോണൊക്കെ കാണുന്ന ഒരു ഫീല് തീർച്ചയായിട്ടും കിട്ടിയേനെ. താർ റോക്സ് എന്നുള്ള ബാഡ്ജിങ് കാണാം. എത്ര ഒരു ഓൾട്ടറേൻ ടയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, C8ൻ്റെ ടയറാണ്. കറക്റ്റ് ടയർ സൈസ് 255 60 R 19 ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ അലോയിലും കാണാം, അതും തരക്കേടില്ല. പിന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് അതും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ 4x4 എന്നുള്ള ബാഡ്ജിങ് കാണാം. താറ് മലകയറി പോകുന്നൊരു പടം ഈ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒട്ടകത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെയാണ്. അത് നമ്മൾ ജീപ്പിലൊക്കെ കണ്ടതാണ്. അത് മഹീന്ദ്രയും കടമെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി റിയർ ഡിസൈൻ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിയർ ഡിസൈൻ നോക്കുമ്പോഴും കാണാം ആ വാഹനത്തിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കി. കയ്യെത്തത്തില്ല, അത്രയും ദൂരത്താണ്. ഒരു ഡ്യുവൽ ടോൺ പാറ്റേൺ ആണ്. മേളിലൊരു മാറ്റ് ഫാഷൻ, താഴത്തോട്ട് ഒരു വൈറ്റ് ടോണുമാണ് കൊടുത്തിട്ടുള്ളത്. ടൈൽ ലാമ്പ് ഭംഗിയായിട്ടുണ്ട്, LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഡോർ താറുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. ഒരു രക്ഷയിൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. ലോങ് ഒക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, D4 കൊടുത്തിട്ടുണ്ട്, ഡോറും പക്കയാണ്. സ്പെയർ വീലും അലോയും ഇവിടെ കാണാം. ഇത്രയുള്ള റിയർ ഡിസൈൻ. ഇനി നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഏറ്റവും പുതിയ താർ റോക്സിൻ്റെ ഇൻറ്റീരിയർ. ഓൾറെഡി നിങ്ങൾ എല്ലാവരും കാണിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. ഇൻറ്റീരിയർ കയറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിരാശപ്പെടുത്തിക്കളാം. ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. ഏകദേശം അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല, 862 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ സീറ്റൊക്കെ ഇപ്പം തന്നെ വൈറ്റ് ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഇവിടെ കണ്ട മൊത്തം അഴുക്ക് പിടിച്ച് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഭയങ്കര ടാസ്ക്കാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു SUV, അതും 4 വീൽ ഡ്രൈവ് ഫംഗ്ഷനുള്ള, പ്രത്യേകിച്ച് താറിൻ്റെ ഇൻറ്റീരിയറിനോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് മഹീന്ദ്ര ഈ ഒരു വൈറ്റ് ഇൻറ്റീരിയർ കൊടുത്തത്. മേളിലൊക്കെ കൈപിടിച്ച് പടക്കാണ്. അവർ പ്രീമിയം ഒരു പ്ലസന്റ് ഫീൽ കിട്ടാനാണ് കമ്പനി ഇങ്ങനെ ചെയ്തതെങ്കിൽ കൂടി അതൊരു ഒടുക്കത്തെ പണിയായിപ്പോയി. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും പൈസ മുടക്കി എടുക്കുകയും വേണം. ഇനിയിപ്പോൾ ഇന്റീരിയർ റേഞ്ച് ചെയ്യാൻ വീണ്ടും പൈസ മുടക്കുകയും വേണം. അതായത് 10.5 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാണാം. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 360 ഡിഗ്രി ക്യാമറ, എല്ലാ ഫംഗ്ഷൻസും അവൈലബിൾ ആണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോൾ കാണാം. പിന്നെ ഇതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. നമ്മൾ താർ 3 ഡോറുമായിട്ട് ഒരുപാട് ലോങ് പോയിട്ടുള്ളതാണ്. 2-3 ദിവസം നമ്മുടെ ഈ വണ്ടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരുന്നില്ല. പക്ഷേ ഇത് ഇലക്ട്രോണിക്, ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് തിരികെ. അപ്പോൾ അതൊരു കിട്ടുന്ന സംഭവമാണ്. ഇവിടെ സ്വിച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലിവർ കാണാം. 4 വീൽ ഡ്രൈവിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ്, അതിനുള്ള സ്റ്റോറേജ് സ്പേസ്. ഇവിടെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കാണാം. പിന്നെ ഏറ്റവും വലിയ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള ഫ്യൂവൽ ലിഡിന് പുറത്ത് പോയി ഓപ്പൺ ചെയ്യേണ്ട ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കുമ്പോൾ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആയി. ആ ഒരു ഫ്രെയിംലെസ് മിററൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ താറിൽ വന്ന ഏറ്റവും വലിയ സംഭവമാണ് പാനോരാമിക് സൺറൂഫ്. അതും ഒരു കിടിലൻ ഫീച്ചറാണ്. ഇപ്പോഴത്തെ ജനറേഷൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും പാനോരാമിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. ഇവിടെ ആ സ്ട്രോങ് ഗ്രാബ് ഹാൻഡിൽ ബോണറ്റ് ഏരിയ കണ്ടുകൊണ്ട് ഓടിക്കാം, ഒരു രക്ഷയില്ല. മെക്കാനിക്കൽ സൈഡിൽ 3 ഡോർ താറിൻ്റെ സെയിം എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനം.
ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. ഹർമൻ ഖാണിൻ്റെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സൗണ്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് റിയർ സീറ്റിൽ പോയിട്ട് അവിടുത്തെ കംഫർട്ട് എങ്ങനെയുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം റിയർ സീറ്റിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രാബ് ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് പിടിച്ച് കയറാം. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ വലിയൊരു വാഹനത്തിൽ കയറിയിരിക്കുന്ന ഒരു ഫീല്. തീരെ താന്ന വിൻഡോ ലൈൻ, അഥവാ ഗ്ലാസ് ഏരിയയിലെ കൂടി കാണുമ്പോൾ നമ്മൾ ആ ഒരു ട്രാവലറിലൊക്കെ ഇരിക്കുന്ന ഫീലൊക്കെ ഉണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. എന്നെപ്പോലെ ഉള്ളവർക്കാണെങ്കിൽ 4 പേർക്ക് വിശാലമായിട്ടിരിക്കാം. അത്രയധികം ഷോൾഡർ സ്പേസ് ഉണ്ട്. സൺറൂഫിങ് ബാക്ക് എൻഡ് വരെ എത്തുന്നുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല, കവറിട്ട് വെച്ചിരിക്കുകയാണ്. റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ടണലൊന്നും ഇല്ല, തീരെ താന്നാ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാവുന്ന ഒരു സെക്കൻഡ് റോ ആണ് താർ റോക്സ് ഓഫർ ചെയ്യുന്നത്. ഇവിടെ കയറിയിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയധികം കൺജസ്റ്റഡ് ആയിട്ടാണ് 3 ഡോർ താറിൻ്റെ ഇന്റീരിയറിൽ ഇരുന്നുകൊണ്ടിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗ്ഗമാണ് മാമാ, സ്വർഗ്ഗം. അപ്പോൾ എന്തായാലും നമുക്കിനി ജസ്റ്റ് ഡ്രൈവ് ചെയ്തുകൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ താർ റോക്സ് ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് AX7 ലക്ഷറിയുടെ ഡ്രൈവാണ് നമ്മൾ നടത്തുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. അത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗിലാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്താ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് ഇല്ല. സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടും താർ റോക്സ് എല്ലാവരും എടുക്കുന്ന ആ ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ, ആ ഒരു റോഡ് പ്രസൻസ്, ആ ഒരു ലുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് താറ് പലരും സെലക്ട് ചെയ്യാറുള്ളത്. നമ്മളും താറിന് അങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ട് ഇത്രയും കാലം. അതും താർ ഓഫർ. പിന്നെ ഇത് ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഒട്ടകത്തിൻ്റെ ഒരു പാടും ആ ഒരു താറ് മലകയറി പോകുന്ന ഒരു പടമൊക്കെ കൊടുത്ത് നമ്മളെ വികാരം കൊള്ളിക്കുന്നുണ്ട്. താറ് ഇതുപോലെ നല്ലൊരു റോഡിലല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ച് കാണിക്കേണ്ടത്, ഒരു ഓഫ് റോഡ് തന്നെ പോകണം. പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടും വണ്ടി അവൈലബിൾ അല്ലാത്തതുകൊണ്ടും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ അവസരം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് കാണിക്കുകയാണെങ്കിൽ വണ്ടി വലിഞ്ഞു കയറി പോകുന്ന ഒരു ഫീലൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിൻ്റെതായ എല്ലാ പെർഫോമൻസും ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം 2.2 ലിറ്റർ എംകോക്ക് ഡീസൽ എഞ്ചിനാണല്ലോ. മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിൻസിനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഹൈ ടോർക്ക് ഡീസൽ എഞ്ചിൻ തന്നെയാണ് മഹീന്ദ്ര എക്കാലത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ കൊള്ളാം. വാഹനം ഓടിക്കാനൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീൽ മാറി ഇലക്ട്രോണിക് ആയപ്പോൾ തന്നെ വളരെ ലൈറ്റായി കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ലേഡീസിനാണെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. കാരണം ഈ ഒരു വലിപ്പം ഒന്നും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ഹൈറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എല്ലാം ചുറ്റും നടക്കുന്ന എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കുക. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. ഇങ്ങനെയൊക്കെ നേരത്ത് വളരെ കംഫർട്ടബിൾ ആണ്. ലേഡീസിന് കൊണ്ട് നടക്കാനാണെങ്കിലും ഇത് രുഗൻ ഓപ്ഷൻ തന്നെയാണ് ഏറ്റവും പുതിയ താർ റോക്സ്. ഇങ്ങനെ ഒന്ന് കുലുക്കി മറിച്ചൊക്കെ ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും താർ റോക്സ് പർച്ചേസ് ചെയ്യുന്നത്. അതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വെച്ച് കൊടുക്കണം. എന്താ എല്ലാം പടപടയെന്നാണ്. ഓട്ടോമാറ്റിക് എടുക്കണമെന്നാണ് എൻ്റെ എളിയമായ അഭ്യർത്ഥന. കാരണം ഇത്രയും വലിയ വാഹനമൊക്കെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മുടെ 70% എഫേർട്ട് ഡ്രൈവിംഗിൽ ഇടുന്ന് പോയി കിട്ടുകയാണ്. അപ്പോൾ പടപടയെന്ന് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. അതാണ് താർ റോക്സിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.